അപ്പോൾ നമ്മുടെ ബസ്സിലെ റീൽസ് അമ്മായിക്ക് റിമാൻഡാണെന്നാണ് അറിയുന്നത്. റിമാൻഡിൽ പോയി. നല്ല കാര്യം. പുള്ളിക്കാരി ഇപ്പം ജയിലിലെ റീൽസുകൾ നമുക്ക് മുന്നോട്ട് കാണാൻ തോന്നുന്നു. റിമാൻഡിൽ കിടക്കുമ്പോഴത്തേക്കും റീൽസൊക്കെ ചിത്രീകരിച്ച് വീണ്ടും വൈറലാകാൻ വരട്ടെ. പിന്നെ ഇപ്പോൾ ഈ പോയേക്കുന്നത് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ഒരു 100 യൂട്യൂബ് ചാനലുകാർ വരും. ഏത് ഇൻ്റർവ്യൂ ആയിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ. എന്നിട്ടിരുന്ന് അങ്ങ് വെളുപ്പിക്കാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. ഇപ്പം അടിക്കുന്ന ഈ ഓപ്പോസിറ്റ് അടിക്കുന്ന കാറ്റ് കുറച്ച് കഴിയുമ്പോൾ ഈ മരിച്ച ആൾക്ക് ഓപ്പോസിറ്റ് അടിക്കും. സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഒരു 100 യൂട്യൂബ് ചാനൽ വരും. എന്നിട്ട് ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് തിരിയാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതുപോലെ ഈ മറ്റേ എന്താ ശ്രീലക്ഷ്മി അറപ്പെന്നാണ് പറയേണ്ടത്. ശരിക്കും അറക്കലിനെ ശരിക്കും അറപ്പെന്നാണ് വിളിക്കണ്ട. ഞാൻ ഒരിക്കലും അറക്കലെന്ന് പറയില്ല, അറപ്പെന്നേ പറയുള്ളൂ ഇതിനെ കാണുമ്പം. അതിന് ജന്മം നൽകിയത് അന്തയോട് പോലും എന്താ പറയുക മോശമാണ്. എന്തിനാ തന്നെ പറയുന്നതല്ലേ. അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് അബദ്ധം പറ്റുകയല്ലേ. ആ അബദ്ധം നാട്ടുകാർക്ക് ഇത്രയും പേര് തലവേദനയായി മാറിപ്പോയി. ഇപ്പം എന്നെ ചെയ്യാൻ പറ്റും. അപ്പം അതുപോലെയുള്ള ഹ്യൂമൻ വേസ്റ്റുകളില്ലേ, അതുങ്ങൾ ഇറങ്ങും. അല്ല, അത് അവൾ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഇപ്പം ഇനി സംഭവിക്കാൻ പോകുന്ന ഇതാണ്. ഇനി പുറത്തൊക്കെ ഒരു 100 യൂട്യൂബ് ചാനൽ വരും. പിന്നെ അവരുടെ ഇൻ്റർവ്യൂ ആകും, ബഹളമാകും. പിന്നെ ഒരു 10-12 ദിവസം ഇങ്ങനെ റിമാൻഡ് കഴിയാം. അതിൻ്റെ ഒരു ക്ഷീണം തട്ടുമായിരിക്കും. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും വരാൻ പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെയുള്ള ഹിസ്റ്ററി അങ്ങനെയാണ്. പണ്ട് നിവിൻ പോളിക്കെതിരെ ഒരുത്തി ഈ കഴിഞ്ഞിടയ്ക്ക് കേസ് കൊടുത്തു. നിവിനത് പൊളിച്ചിറക്കി കൈ കൊടുത്തു. അതുകൊണ്ട് നേരെ മറിച്ച് എന്നിട്ട് അവളെന്ത് ഈ കള്ളക്കേസ് കൊടുത്ത് അവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായോ? ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ മെൻസ് കമ്മീഷൻ അതൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നു. വലിയ കാര്യമൊന്നുമില്ല.